BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള പരിഷ്കരണത്തിൽ നിർണായക മാറ്റത്തിനൊരുങ്ങി മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ. നിലവിൽ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ശമ്പള പരിഷ്കരണം ഇനി മുതൽ 10 വർഷത്തിലൊരിക്കൽ മതിയെന്ന നയത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. ഇതിനു പകരമായി ക്ഷാമബത്തയും പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും കൃത്യമായ ഇടവേളകളിൽ അനുവദിക്കുന്ന രീതിയും സ്വീകരിക്കുക. പുതിയ നയത്തിന്റെ ഭാഗമായി മുൻ ഇടതുമുന്നണി സർക്കാർ അധികാരമൊഴിയുന്നതിന് മുൻപ് നിയോഗിച്ച ശമ്പള പരിഷ്കരണ കമ്മീഷനെ പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുൻ ചീഫ് സെക്രട്ടറി VP ജോയ് അധ്യക്ഷനായ കമ്മീഷനിലേക്ക് നിയമിക്കാവുന്ന പുതിയ അംഗങ്ങളെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കമ്മീഷൻ അധ്യക്ഷനായ VP ജോയിയെ മാറ്റണമെന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന്റെ ഭാഗമായാണ് ശമ്പള പരിഷ്കരണത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. സാമ്പത്തിക ബാധ്യതയും കുടിശ്ശികയും ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ഘട്ടത്തിലാണ് 2019 ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത്. 2021 ഏപ്രിലായിരുന്നു ഇത് പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ ഈ പരിഷ്കരണം സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചിട്ടുണ്ട്. തുടർന്ന് വന്ന രണ്ടാം പിണറായി സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വിതരണം താൽക്കാലികമായി നിർത്തിവെക്കുകയും കുടിശ്ശിക കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതിനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം ശക്തമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കുടിശ്ശികയായി ഇരുന്ന മുഴുവൻ DAയും അനുവദിച്ചത്. ഇതിന്റെ മുൻകാല പ്രാബല്യ തുക നിലവിലെ സർക്കാരിന്റെ കാലത്ത് വിതരണം ചെയ്യുമെന്ന ഉത്തരവും മുൻ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. കുടിശ്ശികയായ 2% DA ഓണത്തോടനുബന്ധിച്ച് അനുവദിക്കാനും ജനുവരി മുതൽ ലഭിക്കാനുള്ള കുടിശ്ശിക പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കാനുമാണ് സർക്കാർ ആലോചിക്കുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 35% DAയാണ് ലഭിക്കുന്നത്. 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം എന്ന രീതി പ്രകാരം അടുത്ത പരിഷ്കരണം 2024 നടപ്പാക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ നയം നിലവിൽ വന്നാൽ അടുത്ത ശമ്പള പരിഷ്കരണം 2021 ജൂലൈയിലായിരിക്കും നടപ്പിൽ വരിക. കേന്ദ്ര സർക്കാരും മറ്റു പല സംസ്ഥാനങ്ങളും 10 വർഷത്തിലൊരിക്കലാണ് ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത്. ഇതേ മാതൃക കേരളത്തിലും കൊണ്ടുവരാനാണ് UDF സർക്കാർ ലക്ഷ്യമിടുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.